നമുക്ക് അപ്പം ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുന്നത് സെക്കൻഡ് ഇയർ MBA സ്റ്റുഡൻസിന്റെ നെക്സ്റ്റ് ലെവൽ. നമ്മൾ ഫസ്റ്റ് ഇയർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ലെവലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വാണി. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൽ അക്കാഡമിക് മെൻറ്ററാണ്. ഇന്ന് എൻ്റെ കൂടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിലെ തന്നെ അനുഷ മാം ഉണ്ട്, സ്നേഹ മാം ഉണ്ട്, ദുർഗ മാം ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് 2 സെമസ്റ്ററിൻ്റെ എക്സാംസ് ഫുൾ എഴുതി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിലേക്ക് പോവുകയാണ്. തേർഡും ഫോർത്തും എന്നൊരു ഇലക്റ്റീവ് പേർപ്പസോട് കൂടിയ ഒരു ഇയറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ സിലബസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. കൂടാതെ തന്നെ ലേൺ വൈസിൻ്റെ ഈ ഒരു സിസ്റ്റം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഫോളോ ചെയ്ത് പോകുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾക്ക് ലേൺ വൈസ് ചെയ്യുന്ന എയിം ടു ലേൺ വൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്കീമുണ്ട്, റെഫറൽ. അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സെഷനാണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ചോദിച്ചിരുന്നു, മിസ് എക്സാം അല്ലേ ആയുള്ളൂ, രജിസ്ട്രേഷൻ ഇപ്പോഴേ ഉടനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചതാണ്. അപ്പം രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 2 തൊട്ട്, ഡിസംബർ 2, 2024 തൊട്ട് ഇപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത് ജനുവരി 31, 2025 വരെ വിത്തൗട്ട് ലേറ്റ് ഫീ ആണ് വന്നിട്ടുള്ളത്. നമ്മളുടെ രജിസ്ട്രേഷൻ്റെ ഫീസ് വരുന്നത് ഏകദേശം ഒരു 16K തൊട്ട് 17,500 വരെയാണ്. 16,000 രൂപ തൊട്ട് 17,500 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് MBAയുടെ രജിസ്ട്രേഷൻ്റെ ഫീസ് വരാറുള്ളത്. നമ്മൾ പേ ചെയ്തതാണ്. സെക്കൻഡ് സെമ്മിൽ 17,500 ഒക്കെ വന്നിട്ടുണ്ട്. ഏകദേശം അതേ ലെവലിൽ തന്നെയാണ് തേർഡ് സെമസ്റ്ററിൻ്റെത് നമുക്ക് രജിസ്ട്രേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇഗ്നോന്റെ സൈറ്റ് ഉണ്ട്, സമർത്ത് എന്ന് പറയും. ഇഗ്നോന്റെ ഓൺലൈൻ സ്റ്റുഡൻറ് പോർട്ടലായ സമർത്തിൽ കയറിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒഫീഷ്യൽ സൈറ്റിൽ കയറിയാൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ID എന്ന് പറഞ്ഞാൽ, സ്റ്റുഡൻറ് പോർട്ടലിൽ എപ്പോഴും ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ ID എന്ന് പറയുന്നത് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ തന്നെയാണ്. ഈ നമ്മളുടെ ജൂൺ 2024 ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ 24 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ID കാർഡിലുള്ള എൻറോൾമെന്റ് നമ്പർ. അതല്ലാതെ ജൂലൈ 23 സ്റ്റുഡൻസ് ആണെങ്കിൽ 23 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ID കാർഡിലെ എൻറോൾമെന്റ് നമ്പർ ആണ് എല്ലായ്പ്പോഴും നിങ്ങളുടെ യൂസർ ID എന്ന് പറയുന്നത്. പാസ്വേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിൻ്റെത് നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് സെമ്മ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തൊട്ട് നമുക്കൊരു പാസ്വേഡ് ഉണ്ടായിരിക്കാം. പിന്നെ നമുക്ക് ചിലപ്പോൾ അത് വിട്ടുപോയേക്കാം, പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ല എങ്കിൽ തൊട്ട് താഴെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID നമുക്കൊരു കൺഫർമേഷൻ വേണ്ടി ഒരു OTP ചെല്ലും, 1 ടൈം പാസ്വേഡ് ചെല്ലും. ആ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയൊരു പാസ്വേഡ് റീജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ രണ്ടാമത് റീജനറേറ്റ് ചെയ്ത ആ പാസ്വേഡ് വെച്ചിട്ട് നമ്മുടെ ഈ എൻറോൾമെന്റ് നമ്പർ, യൂസർ ID, അതേപോലെ രണ്ടാമത് ചെയ്ത പാസ്വേഡും വെച്ച് നമുക്ക് ആ സ്റ്റുഡൻറ് പോർട്ടലിൽ കയറാവുന്നതാണ്. വൺസ് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ ഗ്രേഡ് കാർഡിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ മെനു ബാറിന്റെ താഴെ, സർവീസിന്റെ താഴെയായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷന് കാണാനായിട്ട് സാധിക്കും. ആ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ചെയ്ത രജിസ്ട്രേഷന്റെ ഹിസ്റ്ററിയും കൂടാതെ തന്നെ ഇനിയും അറ്റ് എ ടൈം നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണോ അതും നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ സബ്ജക്റ്റിന്റെ ലിസ്റ്റ് വരും. തേർഡ് സെമസ്റ്ററിൽ നമുക്കൊന്നും ഓപ്ഷൻസ് എടുക്കാനായിട്ടില്ല. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, തേർഡ് സെമസ്റ്ററിൽ നമുക്ക് 3 കോർ പേപ്പറും 4 ഇലക്റ്റീവുമാണ്. അതിൽ 3 കോർ പേപ്പറിനകത്ത് നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പറും അതേപോലെ തന്നെ നമ്മൾക്ക് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് പറയുന്ന പേപ്പറുമാണ് കോർ പേപ്പറായിട്ട് വരുന്നത്. പിന്നെ ഉള്ള ഒരു കോർ പേപ്പർ എന്ന് പറഞ്ഞാൽ MMPP001 നമ്മുടെ പ്രൊജക്റ്റ് ആണ് തേർഡ് കോർ പേപ്പർ എന്ന് പറയുന്നത്. പിന്നീടുള്ള 4 എണ്ണം നമ്മുടെ ഇലക്റ്റീവ് ആണ്. ആ ഇലക്റ്റീവ് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, രജിസ്ട്രേഷനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 2 തരം ഓപ്ഷൻസ് നമുക്ക് വരുന്നു. നമുക്ക് ജനറൽ MBA എടുത്തവരും ഉണ്ട്, സ്പെഷ്യലൈസേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ എടുത്തവരും ഉണ്ട്. നമുക്ക് 2 പേര് അവൈലബിൾ ആണ്. അപ്പോൾ ജനറൽ എടുത്തവരായിക്കോട്ടെ സ്പെഷ്യലൈസേഷൻ എടുത്തവരായിക്കോട്ടെ, നമ്മുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ജനറൽ ആണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ വരും, ഏതാണ് നിങ്ങളുടെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ ഏതാണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ അവിടെ വരും. അതല്ലാതെ MBA വിത്ത് HM അല്ലെങ്കിൽ MM മാർക്കറ്റിംഗ്, അല്ലെ MBA
എ വിത്ത് OM, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, അങ്ങനെ എടുത്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരത്തില്ല. ഓൾറെഡി നിങ്ങൾക്ക് അവിടെ 4 ഇലക്റ്റീവ് വന്നിട്ടുണ്ടായിരിക്കും. ഏത് സ്പെഷ്യലൈസേഷൻ ആണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് അതിന്റെ 4 പേപ്പറുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിഷൻ വെച്ചാൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എന്ത് വരുന്നു, നമുക്കവിടെ എന്താണ്, നമുക്കവിടെ പേയ്മെന്റിനുള്ള ഓപ്ഷൻസ് വരുന്നു, നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നു. ഇത്രയാണ് വരുന്നത്. ഇത് നമ്മൾ തനിയെ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. തനിയെ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. പക്ഷേ 4th സെമസ്റ്ററിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. തനിയെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രാവശ്യം യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടും ഉണ്ടായിരുന്നു സബ്ജക്റ്റ് ലിസ്റ്റ് ചെയ്തതിനകത്ത്. അപ്പം 4th സെമ്മിൽ വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെ ജനറൽ എടുത്തവർക്കാണെങ്കിൽ 4 പേപ്പർ സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷനും വരും. അതേപോലെ ഇലക്റ്റീവ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരും. അതേപോലെ വിത്ത് സ്പെസിഫിക് അല്ലെങ്കിൽ ഇലക്റ്റീവ് പേപ്പർ സ്പെസിഫൈ ചെയ്ത് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇലക്റ്റീവ് പേപ്പർ എടുക്കുന്നതിലും നിങ്ങൾക്ക് എന്തായാലും ഒരു ലിസ്റ്റ്, നിങ്ങൾക്ക് സെലക്റ്റീവ് ഓപ്ഷൻസ് വരും 4th സെമസ്റ്ററിൽ. 3rd സെമ്മിൽ നമുക്ക് ഇലക്റ്റീവ് ഒന്നും തന്നെ നമുക്ക് വരത്തില്ല. ജസ്റ്റ് നമ്മൾ ജനറൽ MBA എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യലൈസേഷൻ പേപ്പർ നിങ്ങൾ അത് എടുക്കുമ്പോൾ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 4th സെമസ്റ്ററിൽ വരുമ്പോൾ തനിയെ ചെയ്യാതിരിക്കുന്നതാണ് ഫാർ ബെറ്റർ. കാരണം തനിയെ ചെയ്ത സ്റ്റുഡൻസിന് അവരുടേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, നമ്മളത് കാണുന്നുമുണ്ട്. അതുകൊണ്ട് ലേൺ വൈസിന്റെ ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്. ഈ കൂട്ടത്തിലിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലേൺ വൈസിന്റെ ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടാണ് 2nd 3rd റീ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. തുടർന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഫാർ ബെറ്റർ. കാരണം എന്തെങ്കിലും നമ്മുടെ നമുക്കൊരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. വൺസ് സെലക്ട് ചെയ്ത പേപ്പറിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചിന്തിച്ചെടുക്കാനുള്ള ടൈം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ വൺസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പല കുട്ടികളും പറയുന്നുണ്ട്, ഇപ്പോഴും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മിസ്സേ നമ്മുടെ എമൗണ്ട് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്, ഡെബിറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സമർത്ഥത്തിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല, ഇതുവരെ പേയ്മെന്റ് വന്നായിട്ട് കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലത് ലേൺ വൈസ് ത്രൂ നമ്മൾ റീ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലേൺ വൈസിന്റെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഡയറക്റ്റ് മെൻറ്ററെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വിത്തൗട്ട് മെന്റർഷിപ്പിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് സക്സസ് എക്സിക്യൂട്ടീവിനെ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714624237 എന്ന് തന്നിരിക്കുന്ന ഈ മൊബൈൽ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. റീ രജിസ്ട്രേഷൻ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തതാണ് നമ്മുടെ ഈ സെക്ഷന്റെ ഓവർവ്യൂ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു സെഷനിനകത്ത് നമ്മുടെ 2nd ഇയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കോഴ്സ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നു. അത് പഠിച്ചെടുക്കാൻ നമുക്ക് വേണ്ട. 1st ഇയറിൽ ശരിയാണ്, അത് ഏത് ഇലക്റ്റീവ് അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനും പഠിച്ചു പോകാൻ പറ്റുന്ന സബ്ജക്റ്റുകളായിരുന്നു. അത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സബ്ജക്റ്റ് നമ്മളിവിടെ പഠിച്ചു പോയിട്ടുമില്ല. എല്ലാത്തിന്റെയും ബേസിക് ഫണ്ടമെന്റൽസ് മാത്രമാണ് 1st ഇയറിൽ പഠിച്ചിട്ട് പോയത്. പക്ഷെ 2nd ഇയർ വരുമ്പോൾ അങ്ങനെയല്ല, ഇൻ ഡെപ്ത് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അവിടെ നമ്മൾ ഓരോ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക ചെയ്യുന്നത്. അപ്പം ഇൻ ഡെപ്ത് ആയിട്ട് നല്ലൊരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഴ്സ് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ലേൺ വൈസ് അതിനനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫയൽ. നിങ്ങൾ ഇപ്പൊ ചേർന്ന സ്റ്റുഡൻസും ഉണ്ട്, ചേരാത്ത സ്റ്റുഡൻസും എല്ലാവരും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ചേർന്ന സ്റ്റുഡൻസ് ലേൺ വൈസിന്റെ 2nd ഇയറിലേക്ക് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇച്ചിരിയുടെ സ്ട്രക്ചർ 1st ഇയറിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി കുറച്ച് ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ടാവും. കൂടാതെ തന്നെ ലേൺ വൈസിന്റെ ഒരു എക്കോ സിസ്റ്റം ഉണ്ട്, മീൻസ് ഇഗ്നോ ലേണേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ റെഫർ എ ഫ്രണ്ട്, നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുന്ന ഫീസിനകത്ത് വരെ നമുക്ക് അല്ലെങ്കിൽ അടച്ച ഫീസ് വരെ നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഇനിഷ്യേറ്റീവ്സും ലേൺ വൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളുമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സെഷന്റെ ഇൻഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്
പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഇയറിലെ കാര്യങ്ങളാണ്. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളുണ്ട്, അതിന്റെ ഒരു ഫോളോ അപ്പ് തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഇയറിൽ നമ്മൾ കോർ പേപ്പറുകളാണ്, 14 പേപ്പറുകൾ പഠിച്ചത് കോർ പേപ്പറാണ്. അതിൽ എല്ലാ സ്പെഷ്യലൈസേഷന്റെ പേപ്പർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും HR-ന്റേതും ഒക്കെ മാർക്കറ്റിംഗും എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ബേസിക് ഫൗണ്ടേഷൻ എല്ലാ സബ്ജക്റ്റിന്റേതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ റീബിൽഡ് ചെയ്യുകയാണ് ഇവിടെ. കാരണം എലക്റ്റീവ് വരുമ്പോഴത്തേക്കിന് പഠിച്ച കാര്യങ്ങൾ എഗെയിൻ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു പോവുകയാണ്. പിന്നെ സ്പെഷ്യലൈസേഷനിലോട്ട് ഡീപ് ഡ്രൈവ് മീൻസ് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചു പോവാണ്. നമ്മൾ ഏതാണോ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫീൽഡ് ഏതാണോ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുന്നു. അതിലൂടെ തന്നെ നമുക്ക് എന്താണ് നല്ലൊരു ഒരു MBA പഠിച്ചു വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അയാൾ പ്രൊഫഷണലി മാത്രമല്ല, അയാൾ ആ ഒരു എഡ്യൂക്കേഷൻ വൈസും അല്ലെങ്കിൽ നോളജ് വൈസും ബെറ്റർ ആവുകയാണ്. നല്ലൊരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ ഏബിൾ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ഈ തന്നിരിക്കുന്നത് ലിസ്റ്റാണ്. ഇതിൽ എല്ലാ ലിസ്റ്റും തന്നിട്ടുണ്ട്. ഇതിൽ ലാംഗ്വേജിൽ സെക്കൻഡ് ഇയറിൽ MBAക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ ആണ് എടുത്താൽ പോലും ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ആക്സസ് ആണ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഫിനാൻസ് എടുത്തവർക്ക് ഫിനാൻസ് മാത്രമായിട്ടൊന്നും അല്ല തന്നിട്ടുള്ളത്. നമ്മൾ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻസ് ഓഫർ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ MBAയിൽ സെക്കൻഡ് ഇയറിൽ നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ആദ്യം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കോർ പേപ്പർ ആണ്. MMPC 15 തൊട്ട് MMPC 20 വരെ വരുന്നത് നമ്മുടെ കോർ പേപ്പർ ആണ്. റിസർച്ച് മെത്തഡോളജി തേർഡ് സെമ്മിലെ കോർ പേപ്പർ ആണ്. ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റും തേർഡ് സെമ്മിലെ കോർ പേപ്പർ ആണ്. 17 തൊട്ട് 20 വരെ ഉള്ളത് ഫോർത്ത് സെമ്മിലെ കോർ പേപ്പറുകളാണ്. അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഓൺട്രപ്രണർഷിപ്പ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, ഇത് നമ്മളുടെ ഫോർത്ത് സെമ്മിലെ കോർ പേപ്പർ ആണ്. പിന്നെ തന്നിട്ടുള്ളത് ഇലക്ടീവിന്റെ പേപ്പറുകളാണ്. ഫസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത് ഫിനാൻസിന്റെ ഇലക്ടീവ് പേപ്പർ ആണ്. MMPF 001 വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതേപോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം, മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം, സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസ്, ഇക്വിറ്റി മാർക്കറ്റ്, കസ്റ്റമർ ബിഹേവിയർ, സെയിൽസ് മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ്. അടുത്തത് മാർക്കറ്റിംഗിന്റെ ഇത് വരുമ്പോഴാണ് മാർക്കറ്റിംഗിന്റെ സർവീസ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, റീറ്റെയിൽ മാനേജ്മെന്റ്, റൂറൽ മാർക്കറ്റിംഗ്. അടുത്തത് HR-ൽ സ്പെഷ്യലൈസേഷന് വരുന്ന പേപ്പറുകളാണ് പറയുന്നത്. ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻ, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെന്റ്. പിന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച്, ഓർഗനൈസേഷൻ ഡൈനാമിക്സ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. പിന്നെ ഓപ്പറേഷൻസിലെ സ്പെഷ്യലൈസേഷൻ പേപ്പറുകളാണ്. ഓപ്പറേഷൻസ് റിസർച്ച്, പ്രോജക്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഉള്ളത് നമ്മളുടെ അല്ലാതെ വരുന്ന കുറച്ച് പേപ്പറുകൾ, ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. ഇത്രയും നമ്മളുടേത് ഏതാണ്, നമ്മുടെ ഓപ്പറേഷൻസിൽ വരുന്നതാണ്. പിന്നെ സർവീസ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, കൂടുതലായിട്ട് സ്റ്റുഡൻസ് ഇപ്പം വന്നു കാണുന്നതാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. അതിൽ ഇലക്ടീവ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസസ്, സപ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി സർവീസ് തിയറി, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഓൺ ഓവർവ്യൂ, ഹെൽത്ത് എക്കണോമിക്സ്. പിന്നുള്ളത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഇമേർജിംഗ് ഇഷ്യൂസ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ഇത്രയും പേപ്പറിൻ്റെത് നമ്മളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഇതുവരെ നോക്കാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേൺവേഴ്സിന്റെ ആപ്ലിക്കേഷനിലെ സെക്കൻഡ് ഇയറിലെ സബ്ജക്ട് ലിസ്റ്റ് എടുത്താൽ കണ്ടന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും സബ്ജക്റ്റിൻ്റെത് നമുക്ക് ഈ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ എല്ലാം വീഡിയോസ് അവൈലബിൾ ആണ്. ഇതിനെല്ലാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ക്രെഡിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 തന്നെയാണ്. നമുക്ക് ക്രെഡിറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നത് നമ്മുടെ പ്രൊജക്റ്റിന് മാത്രമേ ഉള്ളൂ. 8 ക്രെഡിറ്റോളം വരുന്നുണ്ട്. അതർവൈസ് ബാക്കി എല്ലാത്തിനും സെയിം ക്രെഡിറ്റ് തന്നെയാണ്.
അടുത്തത് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഹൈലൈറ്റ് ആണ്. സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിന്റെ ഹൈലൈറ്റ്സ് ആണ്. ഫസ്റ്റ് നമ്മളുടെ കോർ പേപ്പർ MMPC 14 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് MMPC 15 തൊട്ട് നമ്മൾ കോർ പേപ്പറുകളാണ് നോക്കാൻ പോകുന്നത്. MMPC 15 റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷൻ. ഇതിന്റെ ഒരു ബേസ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്കൊരു ബേസ് ഉണ്ട്. +2 തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അതിൽ ഇൻഡെപ്ത് ആയിട്ട് പറയുവാണെങ്കിൽ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റിസർച്ച് മെത്തേഡാണ്. അതൊരു പ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. നമ്മൾ ഒരു സർവേ നടത്തി അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തി അതിലൊരു മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു റിസൾട്ട് കറക്റ്റായിട്ടൊരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണ്. ആ റിസൾട്ടിലൂടെ നമ്മളൊരു മാനേജ്മെന്റൽ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന സബ്ജക്റ്റ് നമ്മളെ സഹായിക്കുന്നത്. അവിടെ ഡേറ്റ കളക്ഷനും കാര്യങ്ങളും എല്ലാം ഇൻഡെപ്ത് ആയിട്ട് വരുന്നു. ഒരു സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ കേപ്പബിൾ ആക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ MMPC 15 എന്തുകൊണ്ട് തേർഡ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോർ പേപ്പറാണ് പ്രൊജക്ട് ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരേ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് മെത്തഡോളജിയാണ്. ഇതിൽ പറയുന്ന പല ആസ്പെക്ട്സും നമ്മളെ പ്രൊജക്ട് ചെയ്യാൻ, സിനോപ്സ് പ്രിപ്പയർ ചെയ്യാനും ഫൈനൽ പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യാനും അതിന് നമ്മൾ വളരെയധികം സഹായിക്കും. കാരണം ക്വസ്റ്റ്യനെയർ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഏക സബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ആണ്. അപ്പോൾ റിസർച്ച് നമ്മുടെ ബേസിക് ഫണ്ടമെന്റൽസ് ആണ് തേർഡ് സെമ്മിൽ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നതും റിസർച്ച് തന്നെയാണ്. പിന്നെ ഏതൊരു സബ്ജക്റ്റിൽ ചെറിയ രീതിയിൽ പ്രോബ്ലം വരുന്നുണ്ട്. ആ പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു കമ്പൽസറി ക്വസ്റ്റ്യനുമാണ്. അപ്പം ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാംഗ്വേജിന്റെ ആപ്പിനകത്ത് നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം അതിന് മുമ്പായിട്ടോ തന്നെ ഇതിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഈ ഒരു സബ്ജക്റ്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഡിസിഷൻസ് മേക്കിങ്ങിൽ സഹായിക്കുന്ന ഒരു ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്നൊരു എന്താണ് നമുക്കൊരു എസ്റ്റിമേറ്റ് ചെയ്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് തന്നെയാണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ബേസിക് ഫണ്ടമെന്റൽസ് പറയുന്നു. പിന്നെ അതിന്റെ ഡേറ്റ കളക്ഷൻ, പ്രൈമറി സെക്കൻഡറി ഡേറ്റ ഏതാണെന്നും സാമ്പിളിങ്സ് എന്താണെന്നും ഒക്കെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ QT പഠിച്ചിട്ടുണ്ട്. MMPC 5 നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്ലിക്കേഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, നമ്മളൊരു ഫൈനൽ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുമല്ലോ, അപ്പോൾ അതിന്റെ ഡേറ്റ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് മെത്തഡോളജി ഞാൻ പറഞ്ഞ പോലെ പ്രൊജക്റ്റിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കാരണം പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സബ്ജക്റ്റിന്റെ വീഡിയോസും കാര്യങ്ങളും ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ നമ്മളൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ ക്വസ്റ്റ്യനെയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അതിനെ സ്ട്രക്ചറൈസ് ചെയ്യണം, ആ റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് MMPC 16 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ആണ്. ബിസിനസ് മാനേജ്മെന്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. MMPC 001 ഫസ്റ്റ് ഫണ്ടമെന്റൽ കോഴ്സ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിൽ കുറച്ച് മാനേജ്മെന്റ് എന്ന ടേം എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനെ ഒരു ഇന്റർനാഷണൽ ബൗണ്ടറിക്ക് അപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഗ്ലോബൽ ട്രേഡ് എന്താണെന്ന് പറയുന്നതാണ് MMPC 16 ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ട്രേഡും കാര്യങ്ങളും എപ്പോഴും നമ്മളൊരു ഡൊമസ്റ്റിക് ലെവലിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇതൊരു ആ ഒരു ടെറിട്ടോറിയൽ ബൗണ്ടറിക്ക് അപ്പുറം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്നതിലൂടെ നമ്മൾക്കൊരു ജനറൽ ഒരു ഐഡിയ കിട്ടും. ട്രേഡ് എന്താണ്, IMF ഒക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞെടുക്കാനും എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പുറത്ത് ഒരു ലെവലിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കാര്യങ്ങൾ എന്തെല്ലാമാണ്, അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി. പിന്നെ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് മാർക്കറ്റ്, ട്രേഡ് എഗ്രിമെന്റ്സ് എന്താണെന്നും വേൾഡ് ട്രേഡ് റൂൾസ് എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ ഒരു എൻട്രി ലെവൽ, നമ്മളൊരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻട്രി ലെവലിലുള്ള കാര്യങ്ങൾ എങ്ങനെ, അതൊരു ഗ്ലോബൽ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണ് റിസ്ക് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ക്രോസ് ബോർഡർ സപ്ലൈ ചെയിനും ഫിനാൻസ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു പേപ്പറാണ് ഈ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി തിയറിയാണ്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് MMPC 3 പഠിച്ച കാര്യങ്ങളുമായിട്ടും ബന്ധമുണ്ട് ഇതിൽ. അപ്പോൾ അത് രണ്ടും കൂടെ മാനേജ്മെന്റും അതുപോലെ നമ്മുടെ ബിസിനസ് എൻവറോൺമെന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പേപ്പറാണ് ഈ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
അടുത്തത് MMPC 17 ആണ്, അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് MMPC 0012 നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണ്. ഈ പ്രാവശ്യം നമുക്ക് ഇച്ചിരി ടഫായിട്ട് വന്നൊരു പേപ്പറും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അതിന്റെ ഒരു അഡ്വാൻസ് ലെവൽ അറിയാം, ഒരു കോർപ്പറേറ്റ് ലെവൽ സബ്ജക്റ്റ് ആണ്. കൂടുതലായിട്ടും കുറേ പോളിസീസും ഫ്ലോ ചാർട്ടും ഒക്കെ പഠിക്കാനുള്ള പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതിന് ഇച്ചിരി ഒരു അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്നതാണ്, ഇച്ചിരി ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അത് മറ്റേതൊരു ബിസിനസ് ഓറിയന്റഡ് ആണെങ്കിൽ ഇത് എല്ലാ മേഖലയിലും പറ്റും. മാർക്കറ്റിംഗ് ആയിട്ട്, ഫിനാൻസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻ ലെവലിലായിക്കോട്ടെ, ഓരോ ലെവലിലും നമ്മൾ ഇത് എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നതാണ് അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോർ പേപ്പർ ആണ് കേട്ടോ, ഈ പറഞ്ഞു പോകുന്നതല്ല. ഇത് പഠിക്കുന്നതിലൂടെ നമുക്കൊരു ലീഡർഷിപ്പ് റോൾ, അല്ലെങ്കിൽ എങ്ങനെ ആസ് എ ലീഡർ എന്ന നിലയിൽ, ഇപ്പോൾ പൊതുവേ MBA പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ മാനേജർ, അല്ലെങ്കിൽ ടീം ലീഡ്, അല്ലെങ്കിൽ HR എന്ന് പറഞ്ഞൊരു ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ തന്നെ, ഒരു ലീഡർ പൊസിഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെവലിൽ കാര്യങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നതിനെ പറ്റി പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് കോർപ്പറേറ്റ് ലെവലിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഒരു ബൗണ്ടറി ഗ്ലോബൽ മാർക്കറ്റ് ബേസിസിലാണെങ്കിലും എങ്ങനെ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ പഠിച്ച സ്ട്രാറ്റജി തന്നെ, പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു അഡ്വാൻസ് ലെവൽ, പല ലെവൽ അനുസരിച്ചിട്ട് ഓപ്പറേഷണലും അതേപോലെ തന്നെ ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR ലെവലിലൊക്കെ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ഈ ഒരു പേപ്പറിൽ പറഞ്ഞു പോകുന്നത്. മറ്റത് ജനറൽ റൂളിൽ നമ്മൾ പഠിച്ചു പോവുകയായിരുന്നു. ഇത്രയാണ് ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അടുത്തതാണ് MMPC 18 ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഓൺട്രപ്രണർ എന്ന് പറയാൻ തന്നെ എന്താണ്, പൊതുവെ ഈ MBA കഴിഞ്ഞ ആൾക്കാരുടെ മനസ്സിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സബ്ജക്ട് പഠിച്ചിട്ട് പോകുന്ന എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് ഇത്, സ്വന്തമായിട്ട് ഒരു ബിസിനസ്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ഒരു സ്റ്റുഡന്റിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു ബിസിനസിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കാനും ഇന്നോവേറ്റീവായിട്ട് ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു ബിസിനസ് പ്ലാൻ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മൾ പഠിക്കുന്നതിലൂടെ എങ്ങനെ ഒരു കാര്യം നമ്മൾ ഇന്നോവേറ്റ് ചെയ്യണം, എന്തെല്ലാം എസെൻഷ്യൽ, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ വേണ്ടത്. ജസ്റ്റ് നമ്മളൊരു കാര്യം ചിന്തിച്ചു കൂട്ടുന്നു, ഇത് ശരിയാണ്, എനിക്കൊരു ബുട്ടിക്ക് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അങ്ങനെ ഒരു ആസ്പയർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതിന് പല പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ക്യാപിറ്റൽ വേണം, അതെങ്ങനെ കണ്ടെത്തണം, അതിനല്ലാതൊരു ഫിസിക്കൽ സ്പേസ് വേണോ, അല്ലെങ്കിൽ അത് ഏത് ഏരിയയിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ഒരു ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് അതിന്റെ ഒരു ഗ്രോ സ്റ്റേജ് വരെ പ്ലാൻ ചെയ്യാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് പഠിച്ചിറങ്ങുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ നമുക്ക് തോന്നും, എന്തുകൊണ്ട് നമുക്ക് സ്വയം ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൺട്രപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റർ ആരാണോ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തൊക്കെയായിരിക്കണം, എങ്ങനെ ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് MMPC 19 ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ആ ഒരു സബ്ജക്റ്റിലൂടെ ഇപ്പൊ മാൻ പവർ ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്താണോ ഒരു കമ്പനി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എൻഡ് റിസൾട്ട് എന്താണോ അതിന്റെ ക്വാളിറ്റി ആസ്പെക്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ആസ്പെക്ട്സിനെ ബേസ് ചെയ്തുള്ള ഒരു സബ്ജക്റ്റ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത്, എന്താണോ നമ്മൾ കൊടുക്കുന്ന കാര്യം, എന്താണോ റിസൾട്ടായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനൊരു ബേസിക് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ അത് ആരാണോ നേരിട്ട്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ഫുള്ളി അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇപ്പൊ ലേൺവേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ലേൺവേസിന്റെ സ്റ്റുഡൻസിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവർക്ക് എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളി അവർക്ക് കിട്ടുന്ന രീതിയിൽ, ഒപ്റ്റിമൽ ലെവലിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഹ്യൂമൻ ആസ്പെക്ട്സ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആസ്പെക്ട്സ് ആയിട്ടോ നമ്മളിവിടെ പറയുന്നുണ്ട്. ഓപ്പറേഷൻ ലെവലിലും എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഒരു ലീഡർ ആണെങ്കിൽ പോലും അതിന് എന്തുമാത്രം ക്വാളിറ്റി ബിൽഡ് ചെയ്തെടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ടേംസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് OMO ആയിട്ട് റിലേറ്റ് ചെയ്തൊരു സബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റും, ഓപ്പറേഷൻസ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു സബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്കിതിവിടെ കോർ പേപ്പർ ആണ്, മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്നും, കസ്റ്റമർ ഫോക്കസ് എന്താണ്, അവർക്ക് ഏതൊരു കാര്യവും ഒപ്റ്റിമൽ ലെവലിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു തരുന്ന സബ്ജക്റ്റ് ആണ് TQM എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ ടൂൾസ് ആയിട്ട് നമ്മൾ 6 സിഗ്മ, കേസ് തിയറി കാര്യങ്ങളും എല്ലാം പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇതൊരു നല്ല രീതിയിൽ, ഒരു നല്ലൊരു നമുക്കൊരു
മെയിനായിട്ട് ക്വാളിറ്റി ആസ്പിറൻസ് ആണ്. ഒരു ക്വാളിറ്റി വൈസ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ പേപ്പർ എന്ന് പറഞ്ഞ ബിസിനസ് എത്തിക്സ് ആണ്. ഡൂസ് ആൻഡ് ഡോൺസ്. ഏതൊരു കാര്യമാണെങ്കിലും എന്താണെങ്കിലും ശരി, അതിനൊരു ശരിയും തെറ്റുമുണ്ട്. ചെയ്യാം, ചെയ്തുകൂടാ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഒരു ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ്സിൽ എന്താണ് ഡൂസ് ആൻഡ് ഡോൺസ്, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയോടുള്ള ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന സബ്ജക്റ്റ് ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ എല്ലായിടത്തും ഒരു ബേസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും ബിസിനസ് എത്തിക്സ് എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഒരു ബിസിനസ് ആകുമ്പോൾ പല ആൾക്കാരുണ്ട്. കസ്റ്റമർ ഉണ്ട്, സപ്ലയർ ഉണ്ട്, ഡീലർ ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എൻവിറോൺമെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ബേസിക് ലെവല് സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ സ്മൂത്ത് റണ്ണിങ്ങിനും ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. CSR ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒരിടത്തല്ല, ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ CSR നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അതിനെ ഒരു ഡീറ്റെയിൽഡ് ഫോമിൽ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോർ പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് MMPC എന്താണ് 15 തൊട്ട് 20 വരെയാണ് നമ്മളുടെ കോർ പേപ്പറുകളായിട്ട് വരുന്നത്. സെക്കൻഡ് ഇയറിൽ തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലുമായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഇലക്ടീവ് പേപ്പേഴ്സ് ഉണ്ട്. അത് നമ്മളുടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള നമ്മളുടെ ഓറിയന്റേഷനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ സിലബസ് ഡീകോഡിങ്ങിനകത്ത് ഏതൊക്കെ ഇലക്ടീവ് പേപ്പറുകളാണ് നമുക്ക് ഓരോന്നിലും വരുന്നത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് ആണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിന്റെ കാര്യം പോലെ അല്ല സെക്കൻഡ് ഇയറിൽ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ഇയറിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത്ര ക്വസ്റ്റ്യൻസ് വരും, ഇന്നതാണ് എന്ന്. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പഠിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ലൈവ് സെഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളത്. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് എല്ലാം ഡൗട്ടായിരുന്നു. ഫസ്റ്റ് ഇയർ MMPC 001 എക്സാം എഴുതുന്നിടം വരെ എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആ ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്കില്ല. കാരണം ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ആദ്യം നമ്മൾ എക്സാം എന്താണെന്നും എക്സാമിന്റെ ഡേറ്റ്, അതേപോലെ അസൈൻമെന്റ് എന്നാണ് വെക്കേണ്ടത് എന്ന ഡെഡ് ലൈനും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് ചേർന്നു. തേർഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് Jan 25 നമ്മൾ തേർഡ് സെമ്മിൽ ചേർന്നിരിക്കുന്നത്. അപ്പൊ Jan 25 ചേർന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ തേർഡ് സെമസ്റ്ററിന്റെ എക്സാം എന്നായിരിക്കും വരുന്നുണ്ടാവുക? യൂഷ്വലി നിങ്ങൾക്കറിയാം എന്താണ്, നമുക്ക് ജൂണിലായിരിക്കും തേർഡ് സെമ്മിന്റെ എക്സാം വരുന്നുണ്ടാവുക. ഫസ്റ്റ് 2 സെമസ്റ്ററിന്റെ കൂട്ടല്ല തേർഡും ഫോർത്തും എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പറയാൻ പറ്റും ഇൻ മിഡ് ഓഫ് ജൂൺ അല്ലെങ്കിൽ മിഡ് ഓഫ് ഡിസംബർ ആണ് നമുക്ക് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് മന്തിന്റെ ഫസ്റ്റ് വീക്ക് കൊണ്ട് നമുക്ക് തീരുന്നു എന്ന് പറയാം. സെക്കൻഡ് സെമ്മിന്റെ എക്സാം എങ്ങനെയാണ്? ഒന്നെങ്കിൽ ജൂൺ 1 ജൂൺ 1 അല്ലെ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ജൂൺ മിഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എൻഡ് ചെയ്യുന്നു. ഡിസംബറിലാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 or 2 സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഡിസംബർ 15 അല്ലെങ്കിൽ 16 17 തീരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ തേർഡും ഫോർത്തും അങ്ങനെയല്ല. അതൊരു ഡൈവേഴ്സ് ചെയ്ത് കിടക്കുന്നു അല്ലെങ്കിൽ ചിതറി കിടക്കുന്നു എന്നാണ് പറയാം. കാരണം കോർ പേപ്പറുകൾ കഴിഞ്ഞ് നമുക്കൊരു ലീപ്പ് ഉണ്ട്. ഒരു 2, 3, 4 ദിവസം 5 ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇലക്ടീവ് പേപ്പറുകൾ വരുന്നത്. അപ്പൊ ആ ഇലക്ടീവ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമ്മിന്റെയും സെക്കൻഡ് സെമ്മിന്റെയും പരീക്ഷ വരുന്ന ദിവസമൊന്നും നമുക്ക് തേർഡിന്റെയും ഫോർത്തിന്റെയും എക്സാംസ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി ലെങ്തി ആണ് എക്സാം സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഇച്ചിരി ലെങ്തി ആണ്. കോർ പേപ്പറുകൾ 2 കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ടീവ് വരുന്നത്. ആ ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും വരാറില്ല. ഒരു 4-5 ദിവസമൊക്കെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. സ്റ്റില് ഇന്നിപ്പം HR ലാസ്റ്റ് പേപ്പറിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഫോർത്ത് സെമ്മിൻ്റെത്. അപ്പൊ അത്രയും ഒരു ലെങ്തി ഇതിലാണ് നമ്മുടെ ഒരു എക്സാമിന്റെ സൈക്കിൾ വരുന്നത് തേർഡും ഫോർത്തും സെമ്മില്. പിന്നെ അസൈൻമെന്റ്സ് എല്ലാ പ്രാവശ്യത്തിന്റെയും കൂട്ട് തന്നെ നമുക്ക് Jan 25 തേർഡ് സെമസ്റ്ററിൽ കയറുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ April 31 തന്നെ അസൈൻമെന്റ് തേർഡ് സെമസ്റ്ററിന്റെ വെക്കണം. ഫോർത്ത് സെമ്മിന്റെ ഇതേ സർക്കിളിൽ തന്നെ പോവുകയാണെങ്കിൽ ഒക്ടോബറിൽ ഫോർത്ത് സെമ്മിന്റെയും അസൈൻമെന്റ് വെക്കണം. ഇതാണ് നമ്മുടെ ഒരു കറക്റ്റ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ നല്ല ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും പഠിക്കുന്ന കാര്യം. നിങ്ങളിപ്പം ലേണേഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വീക്കിലി നമ്മൾ വിളിക്കും. വീക്കിലി വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കും, മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ വേണം. ഒരാഴ്ച കൊണ്ട് ഇത്ര പോർഷൻസ് ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്ലി ഇത്ര പോർഷൻസ് ഞാൻ പഠിച്ചിരിക്കും എന്നൊരു കൃത്യനിഷ്ഠ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ലേണേഴ്സ് ടൈം ടേബിൾ ഒക്കെ തരും. അത് എത്ര പേര് ഫോളോ ചെയ്യുന്നു നമുക്കറിയില്ല. പക്ഷെ അത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം. കാരണം ഫസ്റ്റ് 2 സെമ്മിന്റെ
കൂട്ടല്ല സെക്കൻഡ് സെം എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫിനാൻസിന്റെ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ MMPF 003 എന്ന് പറയുന്ന മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫിനാൻസിന്റെ പേപ്പർ ഉണ്ട്. അത് രണ്ട് പാർട്ടായിട്ടൊക്കെ വരുന്നത്. നല്ല ഡീറ്റെയിൽ വലിയൊരു ബുക്ക് തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഫുള്ളൊന്നും നമ്മളെ കൊണ്ടൊന്നും കവർ ചെയ്യാനോ ഈ ഒരു 4 മാസം 5 മാസം കൊണ്ടൊന്നും സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ അസൈൻമെന്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ. അപ്പൊ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്കൊരു സ്ട്രക്ചർ, നമുക്ക് വെൽ സ്ട്രക്ചർഡ്. ഇനിയിപ്പം ഈ ഒരു വർഷത്തെ കൂട്ടല്ല സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് കറക്റ്റ് ഒരു പ്ലാൻ മസ്റ്റായിട്ടും വേണം. അത് ഓരോ ദിവസം ഞാൻ ഇത്ര പോർഷൻസ് പഠിക്കും, അല്ലെങ്കിൽ വീക്കിലി ഞാൻ ഇത്ര പോർഷൻസ് പഠിക്കുമെന്ന് നിങ്ങൾക്കൊരു കൃത്യനിഷ്ഠയോടെ പോയാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇഗ്നുവിന്റെ സിലബസും അതേപോലെ എക്സാമിന്റെ സ്ട്രക്ചറും പാറ്റേണും എല്ലാം ചേഞ്ച് ആയി വരിക. ഓരോ ദിവസം കഴിയും തോറും എക്സാംസ് എല്ലാം ടഫായിട്ട് വരിക. അപ്പൊ അത് എത്രയും വേഗം ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരിക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അടുത്തത് ടൈം മാനേജ്മെന്റ് ആണ്. ഇപ്പം നമുക്ക് ഓരോ സമയത്തും നമ്മൾ ഇത്ര സമയം ഇന്നതിന് വേണ്ടി അത് പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് മനസ്സിരുത്തി നല്ല രീതിയിൽ പഠിക്കും. അത് ചെവി കൊണ്ട് കേൾക്കാതെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കാനായിട്ട് നോക്കുക. കേട്ട് വെച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി പോവുക. കുറച്ച് കാര്യങ്ങളായാലും നല്ല രീതിയിൽ പഠിച്ചു. പിന്നെ പൊതുവെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ വേണ്ടില്ല. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഫസ്റ്റ് സെമ്മിൽ കാണിക്കുന്ന അത്രയും വലിയൊരു താല്പര്യം നിങ്ങളാരും സെക്കൻഡ് സെമ്മിൽ കാണിച്ചിട്ടില്ല. കാരണം അത്രയും നല്ല രീതിയിൽ ഉഴപ്പെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലൊക്കെ പോയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അന്നും പറഞ്ഞിരുന്നു, ഓരോ പടികൾ ചവിട്ടും തോറും കയറിപ്പോയ പടികൾ എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ കയറി വന്നതുപോലെ അത്ര ഇതല്ല. ഇത്ര ഓരോ പടികൾ കയറും തോറും അതിനനുസരിച്ച് നമുക്ക് ടഫ് കൂടി വരികയാണ് ഓരോ പടി കയറും തോറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എഫേർട്ട് അല്ലെങ്കിൽ നമ്മളോട് പരിശ്രമിക്കാനായിട്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠിത്തം നിങ്ങൾക്ക് വേണം. ലാസ്റ്റ് മിനിറ്റ് ലേണിംഗ് അല്ലെങ്കിൽ അവസാന നിമിഷം ഞാൻ ഒന്ന് വായിച്ചു പോട്ടെ, നോക്കി പോട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ നമുക്ക് പഠിക്കാനുണ്ട് കണ്ടന്റ്. അപ്പോൾ അത് ഓരോ ഘട്ടത്തിലും ഇത്ര പോർഷൻസ് വെച്ച് തീർത്ത് പഠിച്ചു പോകാനായിട്ട് തന്നെ ശ്രമിക്കുക. അസൈൻമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഫസ്റ്റ് സെമിനേക്കാട്ടിലും കണ്ടന്റ് കൂടുതൽ എഴുതേണ്ടി വരുന്നത് തേർഡും ഫോർത്തും സെമിസ്റ്ററിലാണ്. പിന്നെ നമുക്ക് വലിയൊരു കടമ്പ തന്നെ ഉണ്ട് തേർഡ് സെമ്മില്. പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? MMPP 001 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊജക്ട്. നമ്മുടെ മെയിൻ ഒരു എന്താണ് കോർ പേപ്പർ എന്ന് പറയാം. കാരണം നിങ്ങൾ പഠിക്കുന്ന 2 സബ്ജക്റ്റിന്റെ വാല്യൂ ആ ഒരൊറ്റ കോർ പേപ്പറിന് വരുന്നുണ്ട്. 8 അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കിയോളൂ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അവിടെ നമുക്ക് പ്രൊജക്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് 2 സ്റ്റേജസ് ആയിട്ടാണ്. ഒരിക്കലും നമുക്ക് തേർഡ് സെം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. തേർഡ് സെമിസ്റ്ററിൽ നമ്മൾ സിനോപ്സ് വെക്കുന്നു, ഫോർത്ത് സെമ്മിൽ നമ്മൾ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. തേർഡ് സെമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അസൈൻമെന്റ്സ്, നമുക്ക് 6 സബ്ജക്ട് പഠിക്കാനുണ്ട്. 6 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സും അതിന്റെ എക്സാംസും എഴുതണം. അതിന്റെ കൂടെയാണ് നമ്മൾ ഈ സിനോപ്സ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തേർഡ് സെമ്മിൽ സബ്മിറ്റ് ചെയ്യുന്ന സിനോപ്സിസ് നമുക്ക് ചിലപ്പോൾ ഫോർത്ത് സെമിസ്റ്ററിലായിരിക്കും അപ്രൂവൽ ആയി വരുന്നത്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബറിലൊന്നും വെച്ചിട്ടില്ല, അതിന് മുമ്പ് എല്ലാവരും വെച്ചു, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു നവംബറിനുള്ളിൽ വെച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പൊ അങ്ങനെ വെച്ച സ്റ്റുഡൻസിനെല്ലാം ഇപ്പോഴാണ് അത് അപ്രൂവൽ ആയി വരുന്നത്. ഒരു 3 മാസമെങ്കിലും നമ്മുടെ സ്റ്റഡി സെന്റർ അല്ല, റീജിയണൽ സെന്ററിൽ 3 മാസമെങ്കിലും ടൈം എടുക്കും ഇതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ഒരു അപ്രൂവൽ വരാനായിട്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുക.
അപ്പം ഈ സിനോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ടിന്റെ ഇനിഷ്യൽ ഫേസ് ആണ്. അവിടെ നമുക്കൊരു ഗൈഡ് ഉണ്ട്. പ്രൊജക്റ്റിന് നമുക്കൊരു വ്യക്തമായിട്ടൊരു ഗൈഡ് ഉണ്ടായിരിക്കും. ആ ഗൈഡ് എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഏതാണോ അതിൽ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാഫാണ്. ഇപ്പൊ HR സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ HR തന്നെ ആയിരിക്കണം. HR റിലേറ്റഡ് ടോപ്പിക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ഗൈഡും HR ഒരു 5 വർഷമെങ്കിലും പഠിപ്പിച്ച് പരിചയമുള്ള ആളായിരിക്കണം. അത് ഏത് കോളേജിലും നമുക്ക് എടുക്കാനൊക്കത്തില്ല. AICT അംഗീകൃത കോളേജുകളായിരിക്കണം. ഇപ്പൊ നമുക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് സ്റ്റഡി സെന്റർ അല്ല, റീജിയണൽ സെന്ററിൽ നിന്ന് നമുക്കൊരു ലിസ്റ്റ് തരും. വൺസ് നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാം. ഒന്നുകിൽ RCയിൽ നേരിട്ട് ചെന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ മെയിൽ ത്രൂ നമുക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന പക്ഷം അവർ നമുക്ക് ഒന്നുകിൽ തിരിച്ചൊരു മെയിൽ അയക്കും, അല്ലെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കേണ്ടി വരും. ആ മെയിലിന് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റീജിയണൽ സെന്ററിൽ പോയി അന്വേഷിക്കണം. ഞാൻ ഇതുപോലെ MBA 3rd സെമസ്റ്ററിൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡന്റ് ആണ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിലാണ്, അല്ലെങ്കിൽ ഫിനാൻസിലാണ്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ, ഏതിലാണോ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഞാൻ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എനിക്ക് ഗൈഡിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ റീജിയണൽ സെന്ററിൽ നമുക്ക് ഗൈഡിന്റെ ഡീറ്റെയിൽസ് തരും. അതിൽ തരുന്ന ഡീറ്റെയിൽസിലുള്ള കോൺടാക്ട് നമ്പറിൽ നമ്മൾ വിളിച്ചിട്ട് ഗൈഡിനെ കണക്ട് ചെയ്ത് സംസാരിക്കുക. മോസ്റ്റ്ലി ഗൈഡ്സ് അധികം ഗൈഡിന്റെ ഡീറ്റെയിൽസ് കൊച്ചിൻ റീജിയണൽ സെന്ററിൽ നമുക്ക് കിട്ടാറുണ്ട്. ഒരു ഗൂഗിൾ ഫോമിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ബാക്കിയുള്ളിടത്തൊക്കെ ലിസ്റ്റ് ഒരു 6, 7, 8 പേരൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അവരൊക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ അംഗീകൃത കോളേജ്, അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്, അവിടെ ഒരു 5 വർഷത്തിന് മേളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർന്ന് 5 വർഷമാണ് വേണ്ട. അല്ലാതെ 2 വർഷം ഇന്ന കോളേജിൽ പഠിപ്പിച്ചു, 3 വർഷം വേറൊരു കോളേജിൽ പഠിപ്പിച്ചു, അങ്ങനെ പറ്റത്തില്ല. ഒരു കോളേജിൽ 5 വർഷം എങ്കിലും നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏരിയയിൽ പഠിപ്പിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസ്യൂമെ നമ്മൾ കളക്ട് ചെയ്യാം. നമ്മുടെ CV കളക്ട് ചെയ്തിട്ട് നമ്മൾ റീജിയണൽ സെന്ററിൽ ഒന്ന് കൊണ്ടുപോയി എൻക്വയറി ചെയ്യാം. ഇദ്ദേഹത്തെ ഞാൻ ഗൈഡായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇത് അപ്രൂവ്ഡ് ആണോ, സാറിനെ അപ്രൂവൽ കിട്ടുമോ എന്നുള്ള കാര്യം റീജിയണൽ സെന്ററിൽ ചെന്ന് അന്വേഷിച്ചാൽ അവർ പറയും അദ്ദേഹം എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ സാറിനെ ഇപ്പം അപ്രൂവൽ കിട്ടി, ഇദ്ദേഹത്തെ നമുക്ക് ഗൈഡായിട്ട് എടുക്കാം എന്ന് റീജിയണൽ സെന്ററിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിനോപ്സിന്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിനോപ്സ് എന്ന് പറഞ്ഞ ഇനിഷ്യൽ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മളൊരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ടോപ്പിക്കിനെ വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്കൊരു ജനറൽ ടോപ്പിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു ഓർഗനൈസേഷൻ ബേസ്ഡ് എടുക്കാം. ഓർഗനൈസേഷൻ ബേസ്ഡ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ നമുക്ക് ചെന്ന് നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ നമ്മളോടൊരു കൺസേൺ ലെറ്റർ ചോദിക്കും. കാരണം ആർക്കും എങ്ങും കയറി ചെന്നൊരു പ്രൊജക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ MBA ചെയ്യുന്നു, IGNOയിൽ MBA ചെയ്യുന്നു എന്നൊരു കൺസേൺ ലെറ്റർ, ഒരു റിക്വസ്റ്റ് ലെറ്റർ സ്റ്റഡി സെന്ററിൽ കൊടുത്താൽ അവർ നമുക്ക് ആ ഒരു കൺസേൺ ലെറ്റർ തരും. അത് വാങ്ങിച്ച് ഏത് കമ്പനിയിലാണോ നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. ചില കമ്പനിയിൽ നിന്നൊക്കെ നമ്മളൊരു കേരള ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കമ്പനികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഇത്രയൊരു എമൗണ്ട് കാലാവധിക്കുള്ളിൽ ഒരു കളക്ട് ചെയ്യാറുണ്ട്. പ്രൈവറ്റ് ഏജൻസീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എമൗണ്ട് ഒന്നും കളക്ട് ചെയ്യാറില്ല. അപ്പൊ അവിടെ ഈ കൺസേൺ ലെറ്റർ കൊടുത്തിട്ട് നമ്മൾ അപ്രൂവൽ വാങ്ങിക്കുകയാണ്. അവർ ചോദിക്കും എത്ര നാളത്തേക്കാണ് നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. ഒരു 3-4 മാസത്തേക്കാണ്. നമ്മുടെ പ്രൊജക്ടിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 8 to 9 ആണ്. 8 തൊട്ട് 9 മാസം വരെ ലെങ്തിലാണ് നമ്മൾ ഈ ഒരു ടൈം തരുന്നത്. ഇപ്പം ഈ 8 തൊട്ട് 9 മാസത്തിനുള്ളിൽ നമ്മൾ ഫൈനൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ IGNOയിലേക്ക്, റീജിയണൽ സെന്റർ അല്ല, IGNOയിലേക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എല്ലാം ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ തേർഡ് ഫോർത്തും എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സെമസ്റ്ററുകളല്ല. പഠിക്കാനും ഉണ്ട്, അതേ കൂടാതെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുകയും വേണം. അപ്പം അതിനനുസരിച്ചിട്ട് വേണം എല്ലാം പ്ലാൻ ചെയ്ത് പോകാനായിട്ട്. അപ്പം നമുക്കൊരു സിനോപ്സിന്റെ ഫേസസിൽ കമ്പനി നമ്മളോട് സമ്മതിച്ചു, നിങ്ങൾ പ്രൊജക്ട് ചെയ്തോളൂ, കൺസേൺ ലെറ്റർ അപ്രൂവൽ കിട്ടി. പിന്നെ നമ്മൾ ഏതാണോ ടോപ്പിക് എടുത്തിരിക്കുന്നത് ആ ടോപ്പിക്കിനെ വെച്ചിട്ട് ആ കമ്പനിയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യണം. പ്രൊജക്ടിന്റെ ഇനീഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗൈഡിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ലേൺവേസിന്റെ സപ്പോർട്ട് എന്താണെന്നുള്ളത്. ലേൺവേസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന പല സ്റ്റുഡൻസും വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആണ് നിങ്ങൾ. അപ്പൊ പ്രോപ്പറായിട്ട് നമുക്കൊരു IGNOയിൽ തന്നെ ചേരാൻ റെഗുലർ മോഡിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഡിസ്റ്റന്റ് മോഡിൽ ചെയ്യുന്നത്. അപ്പം ലേൺവേസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെന്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഏതാണ് നമുക്ക് കൂടുതൽ ഫീസിബിൾ ആയിട്ട്, ഇഷ്ടമുള്ള ടോപ്പിക്ക് നമുക്ക് എടുക്കാം, പക്ഷെ ചെയ്ത് തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്ക് നിങ്ങളുടെ ഇലക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ
മെൻറ്റർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. കൂടാതെ ഗൈഡ് തരുന്ന നിർദ്ദേശങ്ങൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻറ്റയർ സപ്പോർട്ടല്ല നമ്മൾ പറയുന്നത്, പക്ഷേ ആസ് എ സ്റ്റുഡൻറ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കറക്ഷൻസ് ആവശ്യമാവുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു ഹെൽപ്പ് ബാക്ക് സപ്പോർട്ട് വേണ്ടിടത്ത് നമ്മളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിലായിക്കോട്ടെ, നമ്മളൊരു റാഷണൽ വ്യൂ എടുക്കുന്ന ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ വരുന്ന സമയത്തായിക്കോട്ടെ, റെഫറൻസ് എടുക്കുന്ന ടൈമിലായിക്കോട്ടെ, നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഗൈഡ് തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യില്ല, നമ്മൾ ഒരുമിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ രീതിയിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ തനിയെ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പ്രൊജക്റ്റ് തനിയെ ചെയ്യണം, തനിയെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ വൈവ ഒന്നും അങ്ങനെ വരുന്നില്ല, വൈവ കമ്പൽസറി അല്ല, നിങ്ങളുടെ ഗൈഡ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വൈവ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. പറയാനൊക്കില്ല, ഇൻ ടൈംസ് അതിന് വൈവ വേണം എന്ന് പറയുകയാണെങ്കിൽ, കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായ ഒരു ഐഡിയ വേണം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾക്കൊരു ബാക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അത് ക്വസ്റ്റ്യൻസ് സ്ട്രക്ചറൈസ് ചെയ്യുന്നതിലായിക്കോട്ടെ, ഞാൻ പറഞ്ഞ ടോപ്പിക് സെലക്ട് ചെയ്യുന്നതിലായിക്കോട്ടെ, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തു പോകാവുന്നതാണ്. ഫുൾ ഓൺ ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു തരത്തില്ല. അപ്പോൾ ഗൈഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ നമ്മൾ റീജിയണൽ സെന്ററിൽ കണക്ട് ചെയ്താൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നമ്മൾ ചോദിക്കുക. ആവശ്യക്കാർ നമ്മളാണ്. കാരണം എത്രയോ പേരുണ്ട്, ലാംഗ്വേജിന്റെ സപ്പോർട്ട് പോലും ഇല്ലാത്ത കുറേ സ്റ്റുഡൻസ് തന്നെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ഡീറ്റെയിൽഡ് അറിയാത്തവർ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്തു വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഈ തൊട്ട് മുമ്പത്തെ സർക്കിളിലുള്ള കുട്ടികൾ പറഞ്ഞത് വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈഡിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് മിസ്സേ, ഞങ്ങൾക്ക് ഈ ഒരു വർഷം ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. കാരണം ഒരു ഗൈഡിന് 5 സ്റ്റുഡൻസിനെ മാത്രമേ അറ്റ് എ ടൈം ഒരു കോഴ്സ് സ്ട്രക്ചറിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 6 മാസത്തേക്ക് 5 വരെ മാത്രമേ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഗൈഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അപ്പൊ നമ്മൾ നമ്മുടേതായ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കുറേ കോളേജുകൾ സ്റ്റാഫും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് CV വാങ്ങിച്ചിട്ട് റീജിയണൽ സെന്ററിൽ ഒന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടും. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിനോപ്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സിനോപ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, സിനോപ്സ് എപ്പോഴും ഒരു 14 പേജേ ആകാവും. അതിൽ കൂടാനോ അതില്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 10 പേജ് താഴെ പോവാതും ഇരിക്കണം. 14 കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു പേജ്. അതിനൊരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പ്രൊജക്റ്റിന്റെ പ്രൊപ്പോസൽ ഫോം ഉണ്ട്, നമ്മളത് തരും. നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. അതിലൊരു പ്രൊജക്റ്റിന്റെ പ്രൊപ്പോസൽ, ഈ ഒരു സിനോപ്സിസ്, ഈ ഒരു ടോപ്പിക്ക് ഇന്ന ഗൈഡിന്റെ അണ്ടറിൽ ചെയ്യാൻ റീജിയണൽ സെന്റർ നിങ്ങൾക്ക് തരുന്ന കൺസെന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന അപ്രൂവൽ ആണ് പ്രൊജക്ട് പ്രൊപ്പോസൽ ഫോമിൽ വരുന്നുണ്ടാവുക. ആ ഒരു ഫോം വെക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഗൈഡിന്റെ CV അത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് സൈൻ, പെർഫെക്റ്റ് ആയിട്ട് പറയുന്നു, വിത്ത് സൈൻ, ഗൈഡിന്റെ സൈനോട് കൂടിയ നമ്മുടെ റെസ്യൂമെയാണ്, CV ആണ്, ഗൈഡിന്റെ CV ആണ് നമ്മൾ വെക്കുന്നത് മൂന്നാമതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ എന്താണോ പ്രൊജക്ട് ചെയ്യുന്നത് ആ ടോപ്പിക് റിലേറ്റഡും ഒരു കമ്പനിയെ ബേസ്ഡ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ABC എന്നൊരു പറഞ്ഞ കമ്പനി, അവിടുത്തെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ പറ്റിയാണ് നോക്കുന്നതെങ്കിൽ, ആ കമ്പനി എന്താണെന്നും ആ കമ്പനിയിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുന്നു. ഒരു 5-6 ഒബ്ജക്റ്റീവ്, മീൻസ് 5-6 ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത്രയും വേണം. വേരിയബിൾസ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണോ ഈ ഒരു പ്രൊജക്റ്റിലൂടെ അറിയാൻ ശ്രമിക്കുന്നത്, അത് നമ്മൾ വ്യക്തമായിട്ട് ഒബ്ജക്റ്റീവിൽ കൊടുക്കുക. പിന്നെ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി, റാഷണൽ വ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ചാപ്റ്ററൈസേഷന്, റിസർച്ച് മെത്തഡോളജി, ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സാമ്പിളിംഗ് ടെക്നിക്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, അതും കാര്യങ്ങളും എല്ലാം നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് റിസർച്ച് മെത്തഡോളജിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ലിറ്ററേച്ചർ റിവ്യൂയിലോട്ട് പോകുന്നു. ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷം നമ്മൾ അതൊരു എൻഡ് ചെയ്യാണ്, ലിമിറ്റേഷൻസ് കൊടുത്ത്. ലിമിറ്റേഷൻസ് വളരെ കുറവ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്നൊരു ചോദ്യം വരും. അപ്പോൾ ലിമിറ്റേഷൻസ് വളരെ കുറച്ചുകൊണ്ട് നമ്മളത് എൻഡ് ചെയ്യാണ്, വിത്ത് റെഫറൻസോട് കൂടി നമ്മൾ എൻഡ് ചെയ്യുന്നു. ഒരു 14 പേജ് വരുന്നതാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. വൺസ് സിനോപ്സിസ് സെറ്റ് ചെയ്താൽ 1 to 1 ഓരോ സ്റ്റുഡൻസിനും നമുക്കത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതാണോ ഇലക്റ്റീവിൽ, ഏതാണോ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ആ സ്പെഷ്യലൈസേഷനിലുള്ള ഗൈഡിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയാണ് ഒരു പ്രൊജക്റ്റിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വൺസ് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ്
പിന്നെ നമുക്ക് തേർഡ് സെമിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ, ബാക്കി എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ഷൻ ആണ്. ഡേറ്റ കളക്ഷനകത്ത് ക്വസ്റ്റനെയർ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഫിനാൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോഫിറ്റ്, എന്താണ് ഒരു ഇത്ര വർഷത്തെ പ്രോഫിറ്റ് ഏണിംഗ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റും ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ ചെയ്യുന്നതും. പിന്നെ ഫൈൻഡിങ്, സജഷൻ, കൺക്ലൂഷൻ, ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ പ്രൊജക്റ്റിൽ സിനോപ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. വൺസ് ഇത് അപ്രൂവൽ കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ ചെയ്ത് നമ്മളത് ബൈൻഡ് ചെയ്ത് 3 ആയിരിക്കും നമ്മൾ ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക. ഒന്ന് നമ്മൾ റീജിയണൽ സെന്ററിൽ കൊടുക്കാറുണ്ട്, ഒന്ന് നമ്മൾ ഡയറക്റ്റ് എന്താണ് ഇഗ്നോയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റീജിയണൽ സെന്ററിൽ കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇൻ ടൈംസ് നമ്മൾ എടുത്തു വെക്കുന്നു എന്നുള്ളൂ. ഒന്ന് നമ്മുടെ കയ്യിൽ ബൈ ഹാൻഡിൽ വെക്കുന്നു, ഒന്ന് നമ്മൾ ഇഗ്നോയിലേക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രൊജക്ടിന്റെ 500 രൂപയും കൂടെ നമ്മൾ കെട്ടിവെക്കുന്നു. പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്ന ടൈം, തേർഡ് സെമ്മിലാണ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈമിൽ, അതല്ലാതെ ഫോർത്ത് സെമസ്റ്ററിലാണ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈമിൽ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ PP001ന്റെയും കൂടെ നമ്മൾ 500 രൂപ എക്സ്ട്രാ കെട്ടിവെച്ചിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റഡി പ്ലാനിങ്ങിലുള്ളതാണ് സെൽഫ് കെയർ ആൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സെഷൻസ് ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. കാരണം നമ്മൾ പഠിച്ചു വരുന്നു, അപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വരുന്നു. എപ്പോഴും പഠിത്തം മാത്രമായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഒട്ടുമില്ല. നമുക്ക് നമ്മളുടെ മൈൻഡിനെ വളരെ ഫ്രീ ആയിട്ട് വെക്കുന്ന രീതിയിലുള്ള, കൂൾ മൈൻഡഡ് ആയിട്ടൊക്കെ വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. ഒരു നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനമാണ്. ശാരീരികം മാത്രമല്ല, മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രാധാന്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കാം. ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർ 10 മിനിറ്റ് പഠിച്ചതിന് ശേഷം പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ബോറടിച്ചു, ഞാൻ 20 മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നൊക്കെ പറയുന്ന സ്റ്റുഡൻസ് ഒക്കെയാണ്. പക്ഷെ വളരെ കോമഡി ആയിട്ട് നമുക്ക് കേൾക്കാമെന്നേ ഉള്ളൂ. പക്ഷെ പ്രാക്ടിക്കലി അതത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പൊ നമുക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വളരെയധികം പ്രാധാന്യമാണ്. എക്സസൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് മൈൻഡ് ഫ്രീ ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള മെഡിറ്റേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ തന്നെ ലേൺ വൈസിൽ ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ ഉണ്ട്. അത് ഒരു അരമണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വർത്താണത്. അപ്പോൾ നിങ്ങളത് സെഷൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഹാപ്പിനെസ് അംബാസിഡറിനോട് സംസാരിക്കുക, ഒരു മൈൻഡ് ഫ്രീ ആക്കുക. ചിലപ്പോൾ മെൻറ്റർ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. മെൻറ്റർ ആണെങ്കിൽ മെൻറ്റർ, നിങ്ങളുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരാണോ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഓപ്പൺ സ്പേസ് കിട്ടുന്ന അവിടെ നിങ്ങൾ സംസാരിക്കുക. സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം വർക്ക് റിലേറ്റഡ് ആയിട്ടും ഒക്കെ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരാം. അതിനൊക്കെ ഒന്ന് മാറ്റി നിർത്തി മൈൻഡ് കൂളായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ. നിങ്ങൾക്ക് നമ്മുടെ ആപ്പിന്റെ സ്ട്രക്ചറൈസേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഇതിന്റെ ലേൺ വൈസ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നു. കാരണം നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് തരുന്നു, ആ റെക്കോർഡിന്റെ കൂടാതെ ലൈവ് സെഷൻസ് ചെയ്യുന്നു, ആ ലൈവിന്റെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാല്യൂ ആഡഡ് നോട്ട് തരുന്നുണ്ട്. പിന്നെ എക്സാം പീഡിയം എക്സാം സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് തരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം, PYQ അനാലിസിസ്. ഇപ്പൊ ഇനി തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും വരുമ്പോൾ നിങ്ങൾക്ക് അത് PDF ആയിട്ട് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തേർഡും ഫോർത്തും സെമസ്റ്ററിൽ PDF ആയിട്ട് തന്നെ നിങ്ങളുടെ ആപ്പിനകത്ത് അത് അവൈലബിൾ ആക്കും. പിന്നെ ഇഗ്നോന്റെ മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് നമ്മൾ എപ്പോഴും ഒരു സബ്ജക്ട് സെലക്ട് ചെയ്ത്, നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് കൂടുതലായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു എക്സാം എന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട്, യൂണിവേഴ്സിറ്റി എക്സാംസിന് മുമ്പായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഗ്നോന്റെ ഹെൽപ്പ് ഡെസ്ക് നമുക്കിപ്പോൾ അറിയാലോ, റീ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടൊക്കെ റീ രജിസ്ട്രേഷൻ എന്നല്ല, അഡ്മിഷൻ തൊട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇഗ്നോയിൽ നിന്ന് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നിടം വരെ, നിങ്ങൾ ലേൺ വൈസ് കോൺവെക്കേഷൻ വരെ ഉള്ള കാര്യങ്ങൾ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വർക്ക് ബുക്കും അതുപോലെ ആൻസർ ഫയൽസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വർക്ക് ബുക്കൊക്കെ നമുക്ക് ഇപ്പം QTയിലൊക്കെ നമുക്ക് വർക്ക് ബുക്കൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ, ഇത്രയാണ് നമ്മുടെ ലേൺ വൈസിന്റെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ ഫുള്ള് പഠിച്ച സ്റ്റുഡൻസിന് ഇതൊക്കെ നല്ല ഫെമിലിയർ ആയിരിക്കും.
പിന്നെ റെഫർ എ ഫ്രണ്ട്. റെഫർ എ ഫ്രണ്ട് ഞാൻ നേരത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്. എന്നാൽ ഇച്ചിരി കൂടെ ഒരു എന്താണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇവിടെ എൻറോൾ ചെയ്ത ലേണേഴ്സിന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ ആരെങ്കിലും ഒക്കെ ഇഗ്നൂല് പഠിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ റെഫർ ചെയ്യുന്നതിൻ്റെ കൂടെ എന്താണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇപ്പം നിങ്ങളൊരു വിത്ത് മെന്റർ പാക്കേജിലൊക്കെ ഒരു സ്റ്റുഡൻറ്റിനെ ഒക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ പെർ സ്റ്റുഡൻറ്റ് ഒരു റെഫറലിന് 1000 റുപ്പീസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലേൺ ബേസിൽ ചേർന്നപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്കത് റീകളക്ട് ചെയ്തെടുക്കാം. ഇതിലൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കൊളീഗ്സിനെ ഇഗ്നൂല് കോഴ്സ് ചെയ്യുന്നവരെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഇവിടുന്ന് തന്നെ റീകളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഇൻ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കോർ പേപ്പറിന്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എങ്ങനെ ആ ഒരു എക്സാം സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്ട്രക്ചർ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടോ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചോദിക്കാവുന്നതാണ്. ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടോ? പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോ നിങ്ങളുടെ ടൈമാണ്. ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, അതെല്ലാം നിങ്ങൾ കേട്ടു. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇയർ ഫുള്ള് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് 2 സെമസ്റ്റർ എക്സാം എഴുതിയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇവിടെ, ഇല്ലേ? നിങ്ങളെല്ലാവരും എന്താണ് ഫസ്റ്റ് 2 സെമസ്റ്റർ എക്സാംസ് എഴുതിയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ഫസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്? ഫസ്റ്റ് 2 സെമസ്റ്റർ എക്സാം എത്തി, ഇനിയിപ്പോൾ 3rd സെമ്മിലോട്ട് പോവാണ്. ഫസ്റ്റ് സെം അപ്പോൾ നല്ല രീതിയിൽ എനിക്കറിയാം ഇതിൽ ഓരോരുത്തരുടെയും മാർക്ക് എനിക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസിന്റെ മാർക്കും പെർഫോമൻസും ഒക്കെ എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? നിങ്ങൾ ഈ ഒരു 1 ഇയർ ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ഹലോ മാം, ഗുഡ് ഈവനിങ്. ജീത്തു ആണ്. ജിത്തു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ 2 സെമസ്റ്റർ നമ്മൾ ഫിനിഷ് ആയി. ഇപ്പോൾ ഫസ്റ്റ് ഇയറും ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഫിനിഷ് ആയപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എൻ്റെ ഫുൾ പേപ്പേഴ്സ് ക്ലിയർ ആയിരുന്നു. അതിനകത്ത് നമ്മൾ ശരിക്കും ഫസ്റ്റ് സെമസ്റ്റർ മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട്, കാരണം ഒരു ഐഡിയ ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഡിഗ്രി വീണ്ടും ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ വറീഡ് ആയിരുന്നു. അപ്പോൾ അതുമൂലം ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ ഇച്ചിരൂടെ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ശരിക്കും നമ്മൾ എക്സാംസിന് വേണ്ടി ചെന്നത്. അതായത് നമ്മൾ ക്ലാസ്സസ് ഇച്ചിരൂടെ തറവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എക്സാം ഗൈഡ്സും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ മാക്സിമം അതിനുവേണ്ടി നേരത്തെ ഒരു പ്രിപ്പയർ ആയിട്ടാണ് നമ്മൾ ഇച്ചിരൂടെ ചെല്ലുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഞാനിപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇടയ്ക്ക് ഒരു വെക്കേഷൻ, ഒരു ചെറിയൊരു ഹോളിഡേ പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ, റംസാന്റെ ഒക്കെ പ്രമാണിച്ച്. അപ്പോൾ അതുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പീരീഡ് നമ്മൾ ശരിക്കും നേരത്തെ തന്നെ, സാധാരണ ആ ഒരു ടൈമിൽ എവിടെയെങ്കിലും നമ്മൾ ട്രിപ്പ് പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, ഇത്തവണ എക്സാംസ് ഉള്ള മൂലം അതെല്ലാം മാറ്റി വെച്ച് എക്സാംസിന് വേണ്ടി ആ ടൈം റിസർവ് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ ഒരു സബ്ജക്റ്റിന് മിനിമം ഒരു 1 വീക്ക് 1.5 വീക്സ് വെച്ചിട്ട് നമ്മൾ ഏർലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു എക്സാംസിന് മുമ്പായിട്ട് തന്നെ. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ വെച്ചിട്ടാണ് പോയത്. അതായത് ഫസ്റ്റ് തുടങ്ങുന്ന എക്സാമിന്റെ ഏറ്റവും ലാസ്റ്റ് വീക്കിലേക്കായിരുന്നു വെച്ചിരുന്നത് പഠിക്കാനായിട്ട്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പോയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്റർ വലിയൊരു പ്രശ്നമില്ലാതെ പോയി. ബട്ട് കമ്മിങ് ടു സെക്കൻഡ് സെമസ്റ്റർ എന്താ പറ്റുന്ന വെച്ചാൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ആ ഒരു ഈസിനെസ് നമ്മളങ്ങ് ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, നമ്മളങ്ങ് ഇത് ചെയ്തു പോയി, അങ്ങ് ഓവർ കോൺഫിഡൻസ് പറഞ്ഞ് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പഠിച്ചില്ല. അപ്പൊ അതുമൂലം സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ ആയപ്പോഴത്തേക്ക് ശരിക്കും ലാസ്റ്റ് 1 മന്ത് ഒക്കെ ആയപ്പോഴത്തേക്ക് ആ നേരത്തെ പഠിക്കാതെ ഇരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അപ്പൊ അതുമൂലം നല്ല വറീഡ് ആയിരുന്നു. പിന്നെ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്റർ ചെയ്ത പോലെ തന്നെ മിസ് തന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് നമ്മൾ പഠിച്ചിട്ട് പോയി. ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നുകൊണ്ട്, എല്ലാം വായിച്ചു പോയിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് എഴുതാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു ജിത്തു. അടുത്തത് ആരാണ്? ജിത്തു പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സിജി പറയാമോ? സിജി ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ എക്സാം ഇപ്പം പറഞ്ഞ കണക്ക് ഫസ്റ്റ് സെമ്മിൽ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി. സെക്കൻഡ് സെമ്മിൽ എനിക്ക് കുറച്ച് പേഴ്സണൽ വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എൻ്റെ പ്രിപ്പറേഷൻ പകുതിക്ക് വെച്ച് ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഞാൻ എഴുതുന്ന സെന്ററിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 3rd സെമ്മിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എല്ലാ സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മാക്സിമം എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ശ്രമിക്കും. താങ്ക് യു സിജി. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു. ഇപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളെല്ലാം സെഷനിൽ വന്നു.
എക്സാമിന് ബേസ് ചെയ്ത് നല്ലൊരു ഫീഡ്ബാക്ക് തന്നു. അപ്പം ഈ കഴിഞ്ഞ ഒരു വർഷം പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷവും നമുക്ക് നല്ല രീതിയിലായിട്ട് പരിശ്രമിച്ചാലേ നടക്കത്തുള്ളൂ. മറ്റേത് കൂട്ടല്ല, നല്ല രീതിയിൽ പരിശ്രമിക്കണം. എന്തായാലും നമ്മൾ അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പടി മുകളിലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ, ഞങ്ങളത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലല്ല, ഇതിൽ നല്ല സ്കോറോട് കൂടി, കാരണം ഇതിൽ വന്ന എല്ലാ സ്റ്റുഡൻസ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പം നമുക്കും വളരെ സന്തോഷമാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, ഈ കുട്ടി ക്ലിയർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രിവിലേജ് ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പം ഈശ്വരൻ അതിനെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു ഓൾ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.